ഹായ്, ഞാൻ സ്നേഹ. എക്സൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുറേ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതിൽ നമുക്കൊരിക്കലും അവർ തെറ്റു പറയാൻ പറ്റില്ല. കാരണം സ്വാഭാവികമായിട്ടും എല്ലാവരിലും വരുന്ന കുറേ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ് എന്നുണ്ടെങ്കിൽ തന്നെ അവർ സ്നേഹിക്കുന്ന ആ ഒരു പുരുഷനിൽ നിന്നും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു 2-3 കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് പലർക്കും അറിയുന്ന കാര്യങ്ങൾ കൂടിയാണ്. ഇനിയിപ്പോൾ ഇത് കാണുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇതൊക്കെ ശരിയല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം പുരുഷന്മാരിൽ നിന്നും സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരെ അവരുടേതായ രീതിയിലേക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അതായത് പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറയുന്നത്. ഇത് അവർക്ക് തീരെ ഇഷ്ടമല്ല. ഫ്രീഡം, അതാണ് ഓരോ സ്ത്രീക്കും വേണ്ടത്. ഇപ്പോൾ പല സ്ത്രീകളും നമ്മൾ കാണാറുണ്ട്, മാരേജിന് മുന്നാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ അച്ഛനമ്മ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ ജീവിക്കും. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നും ആവണമെന്നില്ല. അച്ഛനമ്മ പറയുന്നത് കേട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ഒട്ടുമിക്ക കുട്ടികൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും അവരുടേതായ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ കുറച്ച് മുമ്പ് വരെയൊന്നും ഏകദേശം അങ്ങനെ ആയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് അവർ വീട്ടുകാർ പറയുന്നതിനനുസരിച്ച് ജീവിക്കുമായിരുന്നു. അത് കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞു, ഭർത്താവ് പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്നു, ഭർത്താവരുടെ വീട്ടുകാരൊക്കെ. അപ്പോൾ ഒരു സ്ത്രീ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക കല്യാണത്തിന് മുമ്പേ ഇങ്ങനെ അച്ഛനമ്മയൊക്കെ പറയണത് ഇങ്ങനെ കേട്ട് ജീവിക്കുകയാണ്. അതായത് ആ നിയന്ത്രണത്തിലാണ് ജീവിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ കല്യാണം കഴിയുമ്പോഴെങ്കിലും എനിക്ക് എൻ്റെതായ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുമല്ലോ, ഇപ്പം എൻ്റെ ഭർത്താവ് അതിന് സമ്മതിക്കുമായിരിക്കും, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അതായത് ആ ഒരു സ്വാതന്ത്ര്യം അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് കിട്ടാതെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും അവർക്കത് വിഷമം ഉണ്ടാകും. കാരണം അയ്യോ ഇതിൽ പോലും മാറ്റില്ല, അപ്പോഴും ഇങ്ങനെ തന്നെ ഇപ്പോഴും ഇങ്ങനെ തന്നെ എന്ന് വിചാരിക്കും. അപ്പോൾ ഒരു മടുപ്പാണ് ശരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അവർക്ക് തോന്നുന്ന പോലെ ജീവിക്കുക എന്നുള്ളതൊന്നും അല്ല, എങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയാം. ഇപ്പോൾ അവർക്ക് എവിടേക്കെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ പോകാനായിട്ട് പറ്റുക, അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയുക, ഇങ്ങനെയുള്ള രീതിയിലുള്ള സ്വാതന്ത്ര്യവും സ്പേസും ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെയാണ് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ടുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നടത്താനായിട്ട് കഴിയുന്നു, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ, ഇങ്ങനെയൊക്കെ ഓരോ സ്ത്രീകളുടെയും മനസ്സിലുള്ള ചിന്തകളാണ്. സോ ഒന്നാമത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതന്നെയാണ്, ഒരിക്കലും നിയന്ത്രണം ഉണ്ടാവരുത് എന്നുള്ളത്. നേരെ മറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പീനിയൻസ് ഒക്കെ അവരുടെ കാര്യത്തിൽ പറയാം. ഇപ്പോൾ അവരെന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇത് ശരിയല്ല അല്ലെങ്കിൽ ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നീ ഇങ്ങനെ ചെയ്ത് നോക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒപ്പീനിയൻസ് നിങ്ങൾ പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നീ ഇത് മാത്രമേ ചെയ്യാവൂ, നീ ഇത് ചെയ്താൽ മതി എന്നൊന്നും നിങ്ങൾ പറയാതിരിക്കാവൊന്നും അവർക്ക് തീരെ ഇഷ്ടമാവണമെന്നില്ല. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. അതും അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അണിഞ്ഞൊരുങ്ങി അവർക്ക് പറ്റുന്നത്രയും സുന്ദരിയായിട്ട് അവർ വരാൻ നോക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കണ്ടില്ല എന്നടിച്ച് പോവുമല്ല, നേരെ മറിച്ച് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യാം. നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ എന്ന് പറയാം. നീ ഉണ്ടാക്കിയ ഫുഡ് അസലായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് പറയാം. ഇതൊക്കെ കേൾക്കാൻ ഓരോ സ്ത്രീയും ആഗ്രഹിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാവും അവരങ്ങനെയൊക്കെ ഇപ്പോൾ അത്രയും നല്ല ഭംഗിയിൽ വരുന്നുണ്ടായിരിക്കുക, നല്ല രീതിയിൽ മാക്സിമം എഫേർട്ട് എടുത്ത് കുക്ക് ചെയ്ത് തരുന്നുണ്ടായിരിക്കാം. സോ അവരുടെ ആ ഒരു എഫേർട്ടിനെ നിങ്ങൾ കണ്ടില്ല എന്നടിക്കാതെ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അഭിനന്ദിക്കുക. ഈ ഒരു അഭിനന്ദനം എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രചോദനം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഹാപ്പി ആവണം, നിങ്ങൾക്ക് വേണ്ടി അവരിനിയും ഓരോ കാര്യങ്ങൾ ചെയ്തു തരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ എഫേർട്സ് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കാൻ ശ്രമിക്കുക. ഇനി മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് അവരെ മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ്. മനസ്സിലാക്കി പെരുമാറുക എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാവുണ്ടാവില്ല എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ ഒരു കുഞ്ഞതായിട്ടൊരു വഴക്കുണ്ടായെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും രണ്ടുപേർക്കും വാശിയും ദേഷ്യമൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്തിനാ ശ്രമിക്കേണ്ടാവുക? അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ കണ്ടുപിടിക്കാനായിരിക്കില്ലേ? അവർ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കാം. മിക്ക ആളുകളും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ അത് അങ്ങനെയല്ല വേണ്ടത്. അത് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം എന്തെങ്കിലും ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുക, ഞാനാണ് അവരുടെ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ എന്നെ ബാക്കിയുള്ള ആളുകൾ വിമർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. നമ്മൾ മനുഷ്യനാണ്, നമുക്കൊക്കെ ബുദ്ധിയുള്ള ആളുകളാണ്. സോ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി എന്താണ് ശരിക്കും അവിടെ ഫീൽ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് അവരോട് സിമ്പതിയും സ്നേഹവും ഒക്കെ തോന്നും. അതാണ് വേണ്ടത്. അവരെ മനസ്സിലാക്കുക, എന്തുകൊണ്ട് അവർ ചെയ്തു എന്നുള്ള കാര്യം
നിങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ മനസ്സിലാക്കി പെരുമാറണം, അവരെ കൂടുതലും നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ എടുക്കേണ്ട അതായത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഏതൊരു സ്ത്രീയും അവർ സ്നേഹിക്കുന്ന പുരുഷനിൽ നിന്നും ആഗ്രഹിക്കുന്നതാണ് എന്നുള്ളത് ഞാൻ ഇനിയും എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഈ 3 കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ ബാക്കിയുള്ള വീഡിയോസിലൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, വേറെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് അത്രയും വലുതാണ്. നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം 100% നിങ്ങൾക്ക് ഇതിൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതല്ല എങ്കിലും ഇതുവരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നോ അതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ബന്ധമൊക്കെ വളരെ മനോഹരമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഈ രീതിയിലൊന്ന് അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ കാണാൻ കഴിയും, നിങ്ങൾക്ക് സന്തോഷവും അതിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്